കുടമുളക് വെച്ച് എങ്ങനെയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ നമുക്ക് വിളമ്പാവുന്ന ചട്നി എളുപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ക്യാപ്സിക്കം കൊണ്ട് എളുപ്പത്തിലൊരു ചട്നി. അതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി, ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് എരിവിനാവശ്യമുള്ള ചുമന്ന മുളക് ചേർക്കുക. മുളകിന് ഇതിനാവശ്യത്തിനുള്ള എരിവുണ്ട്, അതുകൊണ്ട് 7 എണ്ണ ചേർത്തിട്ടുള്ളൂ. മുളകൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർക്കുക. ഇപ്പം ചുമന്ന മുളകിന് പകരം വേണമെങ്കിൽ പച്ചമുളകും നമുക്ക് എടുക്കാവുന്നതാണ്. പരിപ്പുകളൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും സവാളയും ചേർക്കുക. ഒന്ന് വാടി കിട്ടുമ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി, ഒരു കുടമുളക്, ക്യാപ്സിക്കം ഒന്ന് വഴറ്റുക. ഒന്ന് വാടി കിട്ടുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/4 കപ്പോളം വരുന്ന മല്ലിയില. ഇതിപ്പോൾ തണ്ടുമൊക്കെ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. തണ്ടും നല്ല ടേസ്റ്റാണ്. തണ്ട് കൂടുതൽ വേണമെങ്കിലും കൂടുതലും ചേർക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല. തേങ്ങ ചേർക്കാതെയും ഈ ചട്നി വളരെ സ്വാദിഷ്ടവുമാണ്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഒരു മിക്സി ജാറിലേക്ക് പകരുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഒരുപാട് മഷി പോലെ അരയ്ക്കേണ്ട, ഒരു ചെറിയ തരിതരിപ്പോടെ അരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ സ്വാദായിരിക്കും. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഈ പരിപ്പുകളൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ അരയ്ക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് പകർന്നിട്ട് ശകലം വെള്ളം മിക്സിയിൽ ഇതുപോലെ കഴുകി ഒഴിക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം താളിപ്പും കൂടെ ചേർത്താൽ മതി. താളിപ്പിന് വേണ്ടി വേറെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല. വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളകും കരിവേപ്പിലയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കത് ഇഡ്ഡലി, ദോശ, ഉപ്പുമ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് വിളമ്പാവുന്നതാണ്. ഇന്ന് ഇത് തേങ്ങാദോശയുടെ കൂടെയാണ് വിളമ്പുന്നത്. ഈസ്റ്റൊന്നും ചേർക്കാതെ, സോഡയോ ഒന്നും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കാൻ പറ്റുന്ന തേങ്ങാദോശയാണ്. അതിൻ്റെ കൂടെയാണ് ക്യാപ്സിക്കം ചട്നി വിളമ്പുന്നത്. എല്ലാവരും ഇതുപോലെ ഈ ചട്നി തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ചട്നിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.